സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച പരിപാടികളാണ് 13 ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് നിന്ന് സമാപിക്കുന്നത്. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാ അവലോകന യോഗം ചേരും. പ്രോഗ്രസ് കാർഡും ഇന്ന് മുഖ്യമന്ത്രി പുറത്തിറക്കും. വിവരങ്ങളുമായി ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷെവീദ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പരിപാടികളാണ് പുത്തരിക്കണ്ട മൈതാനത്ത് ഇന്ന് വൈകുന്നേരം അരങ്ങേറുക? നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലമായി സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു. ഇതിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇന്ന് 2 പ്രധാനപ്പെട്ട പരിപാടികൾ തിരുവനന്തപുരത്തുണ്ട്. ഒന്നാമത്തെ പരിപാടി ജില്ലാതല അവലോകന യോഗമാണ്. അത് രാവിലെ 10:30 ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ്. ക്ഷണിക്കപ്പെട്ട 500 പേർ മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രത്യേകത. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ പൊതുപരിപാടി, അതായത് ഈ സമാപന സമ്മേളനം നടക്കുക. ഏതാണ്ട് 1 ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തും എന്നുള്ളതാണ് സംഘാടക സമിതി അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മഴയില്ലെങ്കിൽ ഓവർബ്രിഡ്ജ് മുതൽ മുഖ്യമന്ത്രി തുറന്ന ജീപ്പിൽ റാലിയിൽ പങ്കെടുക്കും എന്നുള്ള വിവരവുമുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുകയാണ്. ആ സാഹചര്യത്തിൽ അതുണ്ടാകില്ല. പൊതുസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും പ്രകടന പത്രികയിലെ കാര്യങ്ങളും പറയുന്ന, അതിൻ്റെ പുരോഗതി കാര്യങ്ങൾ പറയുന്ന അവലോകന റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ടാണ്. പ്രോഗ്രസ് റിപ്പോർട്ടിന് പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധേയം. കാരണം അവസാന വർഷമാണ് പിണറായി സർക്കാരിൻ്റെ. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റെന്തെങ്കിലും പുതിയ വികസന പ്രഖ്യാപനങ്ങൾ അതുണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. SKN.